ആഴ്ചയിൽ 2ഉം 3ഉം തവണയൊക്കെ പുട്ടുണ്ടാക്കി ആളെ വെറുപ്പിക്കുന്ന സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുട്ട് തട്ടിക്കൂട്ടുന്നത്. എന്നും ഒരേപോലെ പുട്ടുണ്ടാക്കി കൊടുക്കുമ്പോഴാണല്ലോ മടുപ്പ് തോന്നുക. എന്നാ പിന്നൊന്ന് ഡിഫറെന്റ് ആക്കി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പൊ ഇന്നത്തെ പരീക്ഷണം പുട്ടിലാണ്. ആദ്യം തന്നെ പുട്ടുപൊടി ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് നനച്ച് മാറ്റി വെക്കുക. എന്നിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നീളത്തിലരിഞ്ഞ് സവാള ഇട്ട് വഴറ്റുക. സവാള ജസ്റ്റ് ഒന്ന് കളറ് മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് ചെറുകിയ തേങ്ങയും ചില്ലി ഫ്ലേക്സും ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്യുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചെറുതായിട്ട് അരിഞ്ഞ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് സോട്ട് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം നനച്ചു വെച്ച പുട്ടിന്റെ മാവിലേക്ക് ഈ മസാല ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിന്റെ കൂടെ വേണമെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്താലും നല്ലതാണ്. പിന്നൊന്നുമില്ല, നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ പുട്ടുകുറ്റിയിലേക്ക് തേങ്ങയും മാവൊക്കെ അടുക്കടുക്കായിട്ട് ചേർത്ത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുക. ഒരു ഉള്ളി അരിഞ്ഞ് വറ്റുന്ന സമയം ഇതിന് എക്സ്ട്രാ വേണ്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇതാ നല്ല ആവി പറക്കുന്ന ഉള്ളിപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പപ്പടം ഞാൻ ഒരു ആർഭാടത്തിന് വേണ്ടി മാത്രം വെച്ചതാണ് കേട്ടോ. ഈ പുട്ടിന്റെ കൂടെ ഒരു കറിന്റെ ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂലേ ഈ ഉള്ളിപ്പുട്ട്? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായം പറയാനൊന്നും മറന്നു പോവരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.